നമ്മളിത് സന്തോഷമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാ അനുഗ്രഹത്തോടും കൂടി ഒരു തടസ്സവും ഇല്ലാതെ ഇത് നമ്മുടെ 18ാമത്തെ വർഷത്തെ പൊങ്കാലയാണ്. ആദ്യമായിട്ടാണ് ദേവിന്റെ അടുത്ത് ഇത്ര അടുത്ത് ഇരിക്കുന്നത്. അതേപോലെ 2 പുതിയ ആൾക്കാരിടും നമുക്ക് ദേവിക്ക് ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ. ഒരുപാട് സന്തോഷം. അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉണ്ട് കൂടെ. റബ്ബു പറ, പൊങ്കാല ഫസ്റ്റത്തെ പൊങ്കാല എക്സ്പീരിയൻസ് പറ. എന്റെ ആദ്യത്തെ പൊങ്കാലയാണ്. എല്ലാ വർഷവും ആക്ച്വലി ഞാൻ 10-18 കൊല്ലമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് ഓരോ പ്രാവശ്യം ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഇടാൻ സാധിക്കാറില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത്. എല്ലാം കൊണ്ട് എന്താ വെച്ചാണെങ്കിൽ 2 ആഴ്ച മുന്നെയാണ് ആക്ച്വലി അമൃത എന്നോട് പറഞ്ഞത് അവൾ പൊങ്കാല ഇടുന്നുണ്ടെന്ന്. ഞാൻ അപ്പൊ തന്നെ ഫിക്സ് ചെയ്തു. ലൈക്ക് അപ്പൊ എനിക്ക് എല്ലാം കൊണ്ട് എനിക്ക് ഷൂട്ടും ഇല്ല, ബാക്കി എല്ലാം കൊണ്ട് എനിക്ക് നല്ല സാഹചര്യമായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അമൃതയോട് പറഞ്ഞു ഞാനുണ്ട്, ഞാൻ വേറെ ആരോട് ചോദിക്കാനൊന്നും പോയില്ല, ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തന്നെ, ഞങ്ങൾക്ക് ആദ്യം വേറെ സ്ഥലമായിരുന്നു. പക്ഷെ വീണ്ടും ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ദൈവയുടെ അവിടെ തന്നെ കിട്ടി. ഇതുവരെ എല്ലാം അടിപൊളിയായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇന്നലെ തന്നെ കൊണ്ട് സാധനങ്ങളെല്ലാം വെച്ചു. ഒരുപാട് പേരെ കാണാൻ പറ്റി, നന്നായി തൊഴാൻ പറ്റി. എല്ലാം ദൈവാനുഗ്രഹം. അപ്പൊ ഇങ്ങനെ തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ എല്ലാം തീരുന്ന വരെ തന്നെ ഇങ്ങനെ പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമൃതയാണ് അതിന് വഴിയൊരുക്കിയത്. ഇവളുടെ ഭയങ്കര സന്തോഷം. ഒരുപാട് നാളായിട്ട് ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാനായിട്ടുള്ളൊരു അവസരം കിട്ടിയത്. അതിന് ആറ്റാലമ്മയോട് നന്ദി പറയുന്നു. അമൃതയോടും അമ്മയോടും അമ്മൂമ്മയോടും ഒക്കെ, പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ഗൗരിവന്ദനത്തിലെ സന്തോഷേട്ടനോടും ഒക്കെ ഒത്തിരി നന്ദി. ഇനിയുള്ള വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഇതേപോലെ ഇടാനുള്ള അനുഗ്രഹം ആറ്റിയാലമ്മ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷേട്ടനെ വേണം ഒരുപാട് താങ്ക്സ് പറയാനായിട്ട്. സ്ഥലം കിട്ടാറില്ല പൊതുവെ, വരുന്നവരാണ് അറിയാം. ഇവിടെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ടിരുന്ന കുറെ ചിപ്പി ചേച്ചി ജലജ മാം, അങ്ങനെ ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ഇടുന്ന സ്ഥലമാണ്. അപ്പൊ അവരുടെ അടുത്ത് തന്നെ ഞങ്ങള് സീരിയൽ ഇൻഡസ്ട്രിയിലെ എല്ലാവരും ഒരുമിച്ചാണെങ്കിലും ചിപ്പി ചേച്ചി ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞങ്ങള് ഫസ്റ്റ് ടൈം. അപ്പൊ ചേച്ചി എപ്പോ വരുന്നുള്ള എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ ചേച്ചി വന്ന് ചേച്ചി ഇങ്ങോട്ട് തന്നെ ഹായ് എപ്പോ വന്നു ചോദിച്ചു. അതിന് ചേച്ചിയെ പരിചയപ്പെടണം. അപ്പൊ ചേച്ചിന്റെ അടുത്ത് കൂടെ പൊങ്കാല ഇടുന്ന ഒരുപാട് സന്തോഷം. അല്ല, ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. അല്ലെ അതെ, അമ്മ സമ്മതിക്കുന്നില്ലെന്ന്. അവള് മാത്രം നിർബന്ധിക്കുന്നുണ്ട്. ഇപ്പോഴേ വേണ്ടെന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുവാണ് അമൃത. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ളതാണ്. ഒരുപാട് പേരെ കണ്ടില്ലേ ആ മതിലിലും, ഒരുപാട് പേര് ചേച്ചിയെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അത് എത്രമാത്രം സന്തോഷമാണ്, എത്രമാത്രം ആഗ്രഹമാണ് പൊങ്കാല എന്ന് പറയുന്നത്. അത് ആഗ്രഹവും സന്തോഷത്തിനെക്കാട്ടിലെ ഞാൻ കണ്ട് ശീലിച്ചത് അതാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ചു വളർന്നത്. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ തൊട്ട് എന്റെ വീട്ടില് അമ്മയും അച്ഛമ്മയും എല്ലാവരും പൊങ്കാല ഇടാൻ പോവായിരുന്നു. ഞങ്ങളും എപ്പോ തട്ടല്ലേ ചെറിയ കുട്ടികളായിരുന്നു. അപ്പൊ ഞങ്ങളും കൂടെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു ശീലമാണ്. അത് ഇതുവരെയും മുടക്കിയിട്ടില്ല. അപ്പൊ എനിക്കൊന്ന് അത് കുഞ്ഞിലെ മനസ്സിൽ കയറിയതായിരിക്കും എല്ലാം നന്നായിട്ട് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന തന്നെ എല്ലാ വർഷവും വരുന്നു. തലേ ദിവസം എത്തും. കാരണം ഇന്ന് രാവിലെ എത്താൻ ബുദ്ധിമുട്ടാണ് ഇവിടെ, ക്ഷേത്രത്തിന്റെ അടുത്തായതുകൊണ്ട്. അപ്പൊ ഞാൻ തലേ ദിവസം എത്തും. ക്ഷേത്ര ദർശനം നടക്കുന്നുണ്ട്. ഒരുപാട് വർഷം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം ഞാൻ പല സ്കൂളിന്റെ സമയം തൊട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് മുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ നോക്കിയിട്ടില്ല. അല്ല, കോവിഡ് സമയത്ത് വീട്ടിലിട്ടു. ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. വീട്ടിലിട്ടു. ഇല്ല സെക്കൻഡ് ഇല്ല. ഒരു പ്രാവശ്യം കോവിഡിന്റെ സമയത്ത്. തിരക്ക് കൂടുന്നുണ്ടല്ലോ. തിരക്ക് എല്ലാ വർഷവും എനിക്കൊന്ന് ഓരോ വർഷം നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും കൂടുതലെന്ന്. വീണ്ടും അടുത്ത വർഷം ആകുമ്പോൾ അതിന്റെ ഇരട്ടിയാണ് തിരക്ക് വരുന്നത്. കാരണം അത്രയും ആളുകൾ ഈ അമ്മയെ ഒരു നോക്ക്, കാരണം ക്ഷേത്രത്തിലെ ക്യൂ നിന്നൊക്കെ വരുമ്പോൾ ഒരു നോക്ക് കാണാനേ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇത്രയും മണിക്കൂറുകൾ ക്യൂ നിന്ന് കണ്ട് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതല്ലേ എല്ലാവരും. സന്തോഷാണ്. ആദ്യം പറയുന്നത് 10 മണിക്ക് പുറത്തിറങ്ങും. അപ്പൊ ഒരു ചേച്ചി പറയുന്നുണ്ടോ, അയ്യോ അപ്പൊ ഞങ്ങളിങ്ങനെ പൊങ്കാല ഞങ്ങളും അവിടെ ഈ പറഞ്ഞ പോലെ തേങ്ങ തിരുമലും ഒക്കെ ആയിട്ട് ബിസിയാണ്. മുറിയില് ഇറങ്ങി വരാത്തതല്ല. ശരി.
എല്ലാ വർഷവും മുടങ്ങാതെ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം എങ്ങനെയാണ്? എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം വളരെ സന്തോഷം വന്നിടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഭാഗ്യമാണ്. അപ്പം ഒരു വർഷവും ജനങ്ങൾ കൂടി വരികയാണ്, സ്ത്രീകളുടെ എണ്ണം ഒത്തിരി കൂടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അമ്മയുടെ അടുത്ത് വന്ന് ഇടാനുള്ള ഭാഗ്യം കുറേ ആൾക്കാർക്കും കൂടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊരു മഹാഭാഗ്യമാണ്. നമുക്ക് വന്ന് ഇടാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ദൈവാധീനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം ഒരു നിയർലി 15 years ആവുന്നു. പക്ഷെ അടുപ്പിച്ചല്ല, ചിലപ്പം 2 വർഷം ഈ കോവിഡ് ആയതുകൊണ്ട് ഫ്ലാറ്റിലാണ് ഇട്ടത്. പിന്നെ ലൈക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ഗീത എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ടിന്റെ കൂടെ പോയി അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ. പിന്നെ ഇപ്പം കുറച്ച് വർഷമായിട്ട് ചിപ്പിയുടെ കൂടെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോയി തൊഴാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷം അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാലയിടാനുള്ളൊരു ഭാഗ്യം ഭഗവതി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ ഭക്തജനങ്ങളും കാത്തിരിക്കുകയാണ്. ദേവിക്ക് വേണ്ടിയുള്ള നിവേദ്യം സമർപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒരുക്കത്തിലാണ്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ്. 2000 മുതൽക്ക് ഇവിടെ തന്നെയാണ് പൊങ്കാലയിടുന്നത്. ഇങ്ങോട്ട് വന്നില്ല. ആഷിഖിനെ കാത്ത് ലത ആറ്റുകാൽ പോലീസ് കൺട്രോൾ റൂമിൽ കാത്തു നിൽക്കുന്നു. തിരുവനന്തപുരം കാച്ചാനിയിൽ നിന്നും വന്നിട്ടുള്ള ആഷിഖിനെ കാത്ത് ലത ആറ്റുകാൽ പോലീസ് കൺട്രോൾ റൂമിൽ കാത്തു നിൽക്കുന്നു. ആറ്റുകാൽ അമ്മേ ശരണം.